അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു മുഅ്മിൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത്? മുഅ്മിനിന്റെ ജീവിതത്തിൻ്റെ എല്ലാ അവസരങ്ങളും മുത്തുനബി അത് ഭംഗിയായി നിറവേറ്റാൻ വേണ്ടി എല്ലാ വിഷയങ്ങളും നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട്. മുത്തുനബി ഇന്ന സമയത്ത് ഇന്ന ദിക്റുകൾ ചൊല്ലണമെന്ന് ധാരാളം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്തിനാണ് അങ്ങനെ പഠിപ്പിച്ചത്? അതെ, അത് പാലിക്കുകയാണെങ്കിൽ വലിയ ബറക്കത്ത് ആ വിഷയത്തിൽ നമുക്കുണ്ടാകും. വെറുതെ അല്ലല്ലോ മുത്തുനബി ഒരു ടോയ്ലറ്റിൽ പോകുമ്പോൾ ഒരു ദിക്റ് പറയണം, തിരിച്ചു വരുമ്പോൾ ഒരു ദിക്റ് പറയണം, വീട്ടിലേക്ക് കയറുമ്പോൾ പോകുമ്പോൾ, ഇങ്ങനെ എല്ലാ വിഷയങ്ങളൊക്കെ മുത്തുനബി ഒരു മുഅ്മിന്റെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ട് ഇന്ന ദിക്റുകൾ പറയണമെന്ന് പഠിപ്പിക്കുമ്പോൾ അതൊരു വലിയ മഹത്വങ്ങളുണ്ട്, അതൊരു വലിയ തൗഫീക്കുകളുണ്ട്. ആ വിഷയമായി എന്തെങ്കിലും ബുദ്ധിമുട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ സാധ്യത ഉണ്ടെങ്കിൽ ആ ദിക്റ് കാരണത്താൽ അതൊക്കെയും നമുക്ക് തടയപ്പെടുകയാണ്. അതാണ് അതിൻ്റെ പിന്നിലുള്ള വലിയ രഹസ്യം. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ച ഒരു ദിക്റുകളെല്ലാം പഠിപ്പിച്ച ഒരു സമയമാണ് നാം വസ്ത്രത്തിന് ഊറുമ്പോൾ ചെല്ലേണ്ട ഒരു ദിക്റ്. പലപ്പോഴും വസ്ത്രം ധരിക്കുമ്പോൾ ഉള്ള ദിക്റ് പലപ്പോഴും നാം പഠിച്ചിട്ടുണ്ടാകാം, അത് നാം ചൊല്ലുന്നവരായിരിക്കാം. പക്ഷേ വസ്ത്രം ഊരുമ്പോൾ മുത്തുനബി നമ്മെ ഒരു ദിക്റ് പഠിപ്പിച്ചിട്ടുണ്ട്. അത് വളരെ ശ്രദ്ധേയമായൊരു വാക്കാണ്. എന്തിനാണ് മുത്തുനബി അവിടെ അങ്ങനെ ഒരു ദിക്റ് പറയാൻ നമ്മെ കൽപ്പിച്ചിട്ടുള്ളത്? ഒരു ഹദീസ് കാണാം. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, സതുറു മാ ബൈന അഅ്യുനിൽ ജിന്നി വ ഔറാത്തി ബനി ആദമ. വല്ലാത്തൊരു വാക്കാണ്. എന്നാണ് മുത്തുനബി പറഞ്ഞു, നാം വസ്ത്രം ഊരുക എന്ന് പറയുന്നത് നമ്മുടെ ശരീരം ചിലപ്പോഴൊക്കെ നമ്മുടെ ഔറത്തുകളൊക്കെ വെളിപ്പെടുന്ന ഒരു സമയമാണ്. ആ സമയത്ത് നമ്മുടെ ശരീരത്തിന് ചിലപ്പോൾ നമ്മുടെ മുമ്പിലുള്ള മനുഷ്യന്മാർ നമ്മെ ശരീരത്തിന് കാണാൻ അവസരമുണ്ടാകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഭംഗി കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഘടകങ്ങളെ കൊണ്ടോ അവർ അവരുടെ കണ്ണ് തട്ടാതിരിക്കാൻ വേണ്ടി മുത്തുനബി നമ്മെ പഠിപ്പിച്ച വല്ലാത്തൊരു വാക്കാണ്. അപ്പോൾ ചിലപ്പോൾ നാം പറയും, ആരുമില്ലാത്തൊരു സമയത്താണെങ്കിൽ അവർ മനുഷ്യന്മാർ കാണുകയില്ലല്ലോ. അതാണ് മുത്തുനബി പറഞ്ഞത്, മാ ബൈന അഅ്യുനിൽ ജിന്നി. ആദ്യമായി മുത്തുനബി പറഞ്ഞതാണ്. ഒരാളെ വസ്ത്രം ഊരുമ്പോൾ ചിലപ്പോൾ ആൾക്കാരുണ്ടാകണമെന്നില്ല, പക്ഷേ അവിടെ ജിന്നുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ ജിന്നുകൾക്കുള്ള കണ്ണിൽ നിന്നും അവരുടെ ആ അപകടത്തിൽ നിന്നും രക്ഷപ്പെടാൻ മുത്തുനബി നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്തൊരു ഗൗരവമുള്ള വിഷയമാണ്. പലപ്പോഴും പല ദുഃഖങ്ങളും പല വേചാരുകളും പല അപകടങ്ങളും നമുക്ക് ഇങ്ങനെയുള്ള സമയങ്ങളിലായിരിക്കാം നമ്മെ ഓടിയെത്തുന്നത്. നല്ല ബുദ്ധിമുട്ടുകൾ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടായിരിക്കാം. പക്ഷേ നമുക്കതിൻ്റെ വിഷയം ഗൗരവം അറിയാത്തത് കൊണ്ട് നമ്മൾ വേറെന്തോ എന്ന് കരുതുകയാണ്. അതുകൊണ്ടാണ് മുത്തുനബി എവിടെ ഒരു മുഅ്മിന് ഒരു ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ടോ അവിടെയെല്ലാം മുത്തുനബി നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് മുഅ്മിനീങ്ങളോട് എല്ലാ വിഷയങ്ങളിലും മുത്തുനബി പഠിപ്പിച്ചതിൻ്റെ താല്പര്യം അതാണെന്ന് നാം ഓർക്കണം. എന്താണ് മുത്തുനബി പഠിപ്പിച്ച ദിക്ർ? അയ്യഖൂല റജുലുൻ ഇദാ അറാദ അൻ യത്റാ സിയാബഹു. അവന്റെ വസ്ത്രം ഊരുന്ന സമയത്ത് അവൻ പറയട്ടെ, ബിസ്മില്ലാഹില്ലദി ലാ ഇലാഹ ഇല്ലാ ഹുവ. ചെറിയൊരു വാക്കാണ്, ബിസ്മില്ലാഹില്ലദി ലാ ഇലാഹ ഇല്ലാ ഹുവ എന്നുള്ള ഈ ദിക്ർ ഒരു മുഅ്മിൻ പറയുകയാണെങ്കിൽ അതെ, അവൻ വസ്ത്രം ഊരുന്ന സമയത്തുണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടിൽ നിന്നും, അതെ, അവന്റെ ശരീരം ആര് കാണപ്പെടേണ്ടി വന്നാലും പോലും അതിൽ നിന്നുണ്ടാകുന്ന ഏത് ദുഃഖങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കാക്കുകയാണ്. അതാണ് സത്തുറു മാ ബൈന അഅ്യുനിൽ ജിന്നി എന്നാണ് മുത്തുനബി പറഞ്ഞത്. മറയാണ് ജിന്നുകൾക്കുള്ള കണ്ണിൽ നിന്നും മനുഷ്യന്മാരുടെ കണ്ണിൽ നിന്നും ഒരു മറയാണ് ഈ ദിക്ർ എന്ന് മുത്തുനബി നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വളരെ വലിയൊരു കാവലുള്ള ഒരു ദിക്റാണെന്ന് ഗൗരവത്തോടു കൂടെ നാം മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിക്ർ ചൊല്ലാനും ഈ ദിക്ർ മുത്തുനബി പഠിപ്പിച്ചതുപോലെ ആ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.